ഓക്കെ ഉസ്താദേ, ഏതായാലും ഈ മുടിന്റെ കോലം ഇങ്ങനെ കാണല്ലോ ഇപ്പൊ വന്നിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഇപ്പൊ ആദ്യം കൊണ്ടുവന്ന മുടിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്, ഒരു സക്കാഫിമാര് ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ആരോപണം പഠിത്ത് നമ്മളെ ആളുകൾ വിട്ടു. സക്കാഫി ഉസ്താദൊക്കെ പറഞ്ഞതിനെ പറ്റിയിട്ട്. അപ്പൊ അതേപറ്റി അവരിതുവരെ മറുപടി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ അതേപറ്റി ഉസ്താദ് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ സാധിക്കുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറയല്ലേ, ഈ ഒന്നാമത്തെ മുടിക്ക് സനദില്ല. നേരത്തെ ടെലിഫോൺ ചെയ്തപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മരുമകൻ ഫൈസിന്റെയും സംസാരത്തിന് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ പ്രസംഗിച്ചിരുന്നല്ലോ. അത് സ്ഥിരീകരിക്കുന്ന വിധമാണ് ഇപ്പൊ ഏറ്റവും പുതിയതായി നമുക്ക് കിട്ടിയ വിവരം. വിവരം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ കഴിഞ്ഞ കോഴിക്കോട് നമ്മുടെ പിന്നെ സമ്മേളന വിശദീകരണ സമ്മേളന ദിവസം നേരിട്ട് ഫൈസി സക്കാഫി അവിടെ ഓഫീസിൽ വന്ന് ഞങ്ങളോട് ഇക്കാര്യം വിശദമായി സംസാരിച്ചു. ഇന്നലെയും അദ്ദേഹം കോഴിക്കോട് നമ്മുടെ ഓഫീസിൽ വന്ന് ഇത് സംബന്ധിച്ച് മറ്റു ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. ഈ സക്കാഫി കാരന്തൂർ മർക്കസിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ്. ഫസ്റ്റ് റാങ്കുകാരൻ എന്ന നിലയിൽ അപ്പൊ നല്ല കഴിവുണ്ടാവുമല്ലോ കൂട്ടത്തിൽ. അദ്ദേഹത്തിന് കാന്തപുരം റാഡോ വാച്ച് ഗിഫ്റ്റായി കൊടുത്തതാണ്. മാത്രമല്ല അദ്ദേഹത്തിനെ അവിടെ ഉസ്താദായി നിയോഗിക്കുകയും ചെയ്തു. ഈ ഉസ്താദായി നിയോഗിച്ച ഇദ്ദേഹം അതിന്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒന്നാമത്തെ മുടി അവിടെ എത്തിയത്? 5-6 കൊല്ലാലത്. അയാൾ പറയാണ്, മംഗലാപുരം ഭാഗത്തു നിന്ന് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്റെ കയ്യിലൊരിക്കൽ നബിസ്വലാസ്ലമിന്റെ മുടി ഉണ്ട് എന്നുള്ള ചർച്ച കുട്ടികൾക്കിടയിൽ വന്നു. അത് കാണട്ടെ നോക്കട്ടെ എന്ന് ഒരു ചർച്ചയായപ്പോ അത് കാന്തപുരത്തിന്റെ ചെവിയിലെത്തി. കാന്തപുരം അപ്പൊ അറിഞ്ഞൊക്കെ കുട്ടിനെ വിളിപ്പിച്ചു. എവിടുന്നാക്കി നബി തങ്ങളെ മുടി വെച്ചു. അപ്പൊ എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരാൾ തന്നതാണെന്നാണ്. ഇനി എന്താ അവിടെ മുടി വെച്ചു? ഇനിയുണ്ട് കാരണം. എന്നാ എനിക്ക് പോയിട്ട് 2 മുടി ഉണ്ട് കാരണം. അങ്ങനെ ഈ കുട്ടി പോയിട്ട് 3 മുടി കാന്തപുരത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇക്ബാൽ വാലി ജാലാവാല എന്ന് അവർ പറയണത്. അയാളെ അഡ്രസ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. സനത് പറഞ്ഞു ഒന്നാമത്തെ ആളെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇയാൾ അഡ്രസ് പറയണ്ട, ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ ഒരു പേരാണ് ഇക്ബാൽ വാലി ജാലാവാല എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇയാളടുന്ന് കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ ഇയാൾ കുട്ടി കൊടുത്തു 2 മുടി കൊണ്ടു കൊടുത്തു. അപ്പൊ ഈ സക്കാഫി പറയുന്നു, എന്നോട് കാന്തപുരം ഭദ്രമായി സൂക്ഷിക്കാൻ പറഞ്ഞപ്പോ ഞാനതൊരു മെഴുകില് 3 മുടി 3 ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ട് എന്റെ മേശന്റെ വലിപ്പിൽ കുറെ കാലങ്ങൾ വെച്ചു. പിന്നീടൊരു VIP അറബി അവിടെ വന്നു. ഈ അറബി വന്നപ്പോ സ്ഥാപനം കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഇവിടെ ഷായർ മുബാറക് ഉണ്ട് എന്ന് കാന്തപുരം പറഞ്ഞപ്പോ അറബിക്ക് വല്ലാത്ത കൗതുകം. അള്ളാഹ്, ലോകത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തിൽപ്പെട്ടാണോ ഈ മർക്കസ് മനസ്സിലാക്കി ആ മുടി കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ കാന്തപുരം ഈ 3 മുടി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ അറബിക്ക് എന്തായാലും 1 കിട്ടണം, കാരണം 3 ഇവിടെ ഉണ്ടല്ലോ. കാന്തപുരം 1 അയാൾക്ക് കൊടുത്തു. കാന്തപുരം കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം അറബി കാന്തപുരത്തോട് ബന്ധപ്പെട്ടു. എനിക്ക് ആ മുടിന്റെ സനത് കിട്ടണം എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് ഇസ്ലാമിക ബോധമുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തേക്കും. കാരണം ഇങ്ങനെ കണ്ണും ചിമ്മി വിശ്വസിക്കേണ്ട, അതിനൊക്കെ ആധികാരികത ഉണ്ടാവും, അപ്പോഴേ ഉള്ളൂ സനത് കിട്ടണം നമ്മൾ പറഞ്ഞ മാതിരി ആളും പറഞ്ഞു. അപ്പൊ കാന്തപുരം ഈ സക്കാഫയോട് പറഞ്ഞു, എടാ മുടിക്കൊരു സനത് ഉണ്ടാക്കണം, തന്ന ആളെ പേര് വെച്ചിട്ട് നബിയിലേക്ക് മുട്ടുന്ന പരമ്പര എഴുതിണ്ടായിക്കോ പറഞ്ഞു. ഇയാള് നമ്മളോട് നേരിൽ പറയാണ്, ഞങ്ങൾ ഈ സക്കാഫി റാങ്കുകാരനാണെങ്കിലും ഒന്നും കണ്ണും ചിമ്മി വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഹസൻ സക്കാഫി, ഇസ്മായിൽ സക്കാഫി അവരെ നേരിട്ടറിയുന്ന ആളോട് ചോദിച്ചു എത്രമാത്രം അദ്ദേഹം സത്യസന്ധനോ, വളരെ നിഷ്കളങ്കമായി സത്യസന്ധമായ ആ സത്യസന്ധത കൊണ്ടാണ് അയാൾ പോകുന്നതും ഇപ്പൊ നമ്മളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത്ര എല്ലാവർക്കും വിശ്വസ്തനായ അയാൾ പറയുന്നത്. ആ നിലയ്ക്ക് അവരും പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ മുടിയുടെ പരമ്പര എഴുതിണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ എങ്ങനെ ശ്രമിച്ചിട്ടും ഇത് വിജയിക്കുന്നില്ല. കാരണം നബി തങ്ങൾ എടുത്തിട്ട് മുട്ടണ്ടേ. പേരോട് റൂമിലുണ്ട് അല്ലേ? ഓക്കെ. ജസ്റ്റ് നമുക്ക് ഇത് പൂർത്തിയാക്കിയിട്ട് തരാം. ഈ പേരോട് ഉസ്താദ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തിയാക്കി ചോദ്യത്തിന് ഉത്തരം പൂർത്തിയാക്കാം. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉസ്താദ് ഇത് പൂർത്തിയാക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ്. അപ്പൊ കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തു, ഈ പറയുന്ന പിന്നെ സാലിഹ് സക്കാഫി എന്ന് പറയുന്ന സക്കാഫി ഉണ്ട്, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ. അയാളിപ്പോ അന്ന് ഇവിടെ ജോലി ചെയ്യാണ് ഇതുപോലെ തന്നെ ഉസ്താദായിട്ട്. ഇപ്പോൾ ന്യൂസിലൻഡിലാണ് ജോലി ചെയ്യുന്നത് പറഞ്ഞു. വല്ലപ്പുഴക്കാരനാണ് പറഞ്ഞു, പാലക്കാട് ജില്ല. അയാളോട് പറഞ്ഞു അയാൾക്ക് കുറച്ചും കൂടി അറബി കാര്യങ്ങളൊക്കെ അറിയുന്ന ഇതിന് പരമ്പര ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അയാളാണ് പരമ്പര കണ്ണും ചിമ്മി ഖാദിരിയ തുരീഖത്തിന്റെ ഒരു സിൽസില വെച്ചൊരു പരമ്പര ഉണ്ടാക്കി കൊടുത്തത്. ആ പരമ്പര അവിടെ തൊട്ടുടനെ തന്നെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെയാണ് ഒന്നാമത്തെ പരമ്പര ഉണ്ടാക്കിയതെന്ന് ആധികാരികമായി ഉണ്ടാക്കിയ ആ സക്കാഫി തന്നെ പറയുന്നു. ഇതാണ് 1-ാം മുടി വന്നതും അതിന്റെ പരമ്പരയുടെയും സ്ഥിതിഗതി എന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരമാണ് നേരത്തെ സൂചിപ്പിച്ചത്. പേരോട് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ സ്വാഗതാർഹം, സന്തോഷം. അദ്ദേഹത്തിന് മൈക്ക് കൊടുത്താൽ നന്നായിരുന്നു. നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നമുക്ക് ഉടനെ ആ വിഷയം തീർപ്പ് കൽപ്പിക്കാൻ സൗകര്യമായിരിക്കും, സഹായകമായിരിക്കും. മർഹബാ, അഹ്ലൻ വസഹ്ലാ.